ഇതൊരു മാരുതി സുസുക്കി 2013 മോഡൽ സ്വിഫ്റ്റ് ആണിത്. ഡീസൽ വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് നമ്മൾ ഗിയർ ഇടാനൊക്കെ ചില സമയത്ത് ക്ലച്ച് ചവിട്ടുമ്പോൾ ക്ലച്ച് ചവിട്ടി കഴിഞ്ഞാൽ ഗിയർ വീഴില്ല. ഫസ്റ്റ് ഗിയറിലേക്ക് ഇങ്ങനെ വീഴാൻ ഭയങ്കര ടൈറ്റ് ആയിരിക്കും. മെയിനായിട്ട് ഡീസൽ വണ്ടികൾക്ക് മെയിനായിട്ട് ക്ലച്ച് വരുന്നത് ഫ്ലൂയിഡാണ്. ഹൈഡ്രോളിക്കലി ഓപ്പറേറ്റഡ് ക്ലച്ചാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ സ്ലേവ് സിലിണ്ടർ കംപ്ലൈൻറ്റ്, സ്ലേവ് സിലിണ്ടർ വരുന്നത് ഗിയർ ബോക്സിൻ്റെ അകത്താണ് വരുന്നത്. ഗിയർ ബോക്സിൻ്റെ അകത്ത് ആ ഷാഫ്റ്റിൽ ഗിയർ ബോക്സിൻ്റെ വരുന്ന ഷാഫ്റ്റിൽ പിടിപ്പിച്ചിട്ടുണ്ടാകുക. അപ്പോൾ മെയിനായിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലച്ച് മാറുന്ന സമയത്ത് ഇതുപോലെ സ്ലേവ് സിലിണ്ടർ മാറ്റാതിരുന്നു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് വരിക. അപ്പോൾ നമ്മൾ ഗിയർ ബോക്സ് അയച്ച് നോക്കുന്ന സമയത്ത് അതിൻ്റെ സ്ലേവ് സിലിണ്ടർ ഉള്ളിൽ ലീക്കായിട്ടുണ്ട്. 2013 മോഡൽ സ്വിഫ്റ്റ് ആണ്, സ്വിഫ്റ്റ് ഡീസലാണ്. അപ്പോൾ വണ്ടിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ക്ലച്ച് ചവിട്ടുമ്പോൾ ക്ലച്ച് ഉണ്ടാ ക്ലച്ച് ഫുള്ള് കുറച്ച് ഫ്രീ ആണ്. ഡീസൽ വണ്ടിയാണ്. ഡീസൽ വണ്ടിക്ക് ഇങ്ങനെ പ്ലേ ഉണ്ടാവില്ല. പെട്രോൾ വണ്ടിക്ക് പൊതുവേ പ്ലേ ഉണ്ടാവും, കേബിൾ ആണ്. ഡീസൽ വണ്ടിക്ക് സ്ലേവ് സിലിണ്ടർ വരുന്നതുകൊണ്ട്, സിലിണ്ടർ ടൈപ്പ് വരുന്നതുകൊണ്ട് ഇത്ര പ്ലേ ഉണ്ടാവില്ല. അതുപോലെ ഗിയർ ഇടാൻ ഭയങ്കര ഒരു ടൈറ്റും ഉണ്ട്. ഗിയർ ഇടുന്ന സമയത്ത് ഫസ്റ്റ് ഗിയറൊക്കെ ഒരു ടൈറ്റായി. അപ്പോൾ ഇതിന് മെയിനായിട്ട് ക്ലച്ച് അങ്ങനെ വലിയ കുഴപ്പമില്ല വണ്ടി ഓടിക്കുമ്പോൾ ഒന്നും. പക്ഷേ ഈ ഒരു പെഡൽ കുറച്ച് താഴ്ന്നു പോയിട്ടുണ്ട്. കുറച്ച് നല്ല ഫ്രീയാണ്. പക്ഷെ എന്നാൽ കുറേ താഴേക്ക് നിന്ന് അങ്ങോട്ട് നിന്നാണ് ഇതാവണത്, പ്രസ്സാണ് ടൈറ്റ് വരുന്നത്. ഗിയർ ഫസ്റ്റ് ഗിയറിലൊക്കെ ടൈറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മളെന്തായാലും ക്ലച്ച് സിലിണ്ടർ സ്ലേവ് സിലിണ്ടർ ലീക്ക് ഉണ്ടാവും. അപ്പോൾ നമുക്ക് വണ്ടി എന്തായാലും അയച്ചു നോക്കാം. ഗിയർ ബോക്സ് അയക്കണം. നമ്മൾ ഗിയർ ബോക്സ് അയച്ചിട്ടുണ്ട്. ഗിയർ ബോക്സ് അയച്ചെടുത്തപ്പോൾ ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ വരുന്ന സ്ലേവ് സിലിണ്ടർ ഉണ്ടാ, ഈ സ്ലേവ് സിലിണ്ടർ ലീക്കായിട്ടാണ് ഓയിൽ ഫുള്ളിങ്ങനെ പുറത്തേക്ക് പോയത്. ഇവിടെയൊക്കെ ഓയിലൊക്കെ ഉണ്ടായി, നമ്മളിപ്പോൾ തുടച്ച് ക്ലീൻ ആക്കിയതാണ്. സ്ലേവ് സിലിണ്ടർ മാറ്റിയിട്ടുണ്ട്. പുതിയ സ്ലേവ് സിലിണ്ടർ മാറ്റിയിട്ടുണ്ട്. ബാക്കി ക്ലച്ചൊന്നും കുഴപ്പമില്ല. ക്ലച്ചൊക്കെ പഴയ തന്നെ കയറ്റിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ലീക്ക് അതിലെ കൂടെ ഓയിൽ പോയി. അതുപോലെ ക്ലച്ച് പ്രഷർ പ്ലേറ്റ് ശരിക്കും പ്രസ് ആവാതിരിക്കുന്ന സമയത്താണ് ആ ഗിയർ വീഴാൻ ടൈറ്റ് വരുന്നത്. അപ്പോൾ ഗിയർ ബോക്സ് ക്ലച്ച് മാറ്റുന്ന സമയത്ത് ഇതുപോലെ സ്ലേവ് സിലിണ്ടർ വിത്ത് റിലീസ് ബെയറിംഗ് വരുന്ന ഒരു ടൈപ്പാണത്. അതും കൂടി മാറ്റണം. ഇല്ലെങ്കിൽ ഇതുപോലെ അടുത്ത ക്ലച്ച് തീരുന്നതിന് മുമ്പായിട്ട് തന്നെ ഏകദേശം ഓടുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങനെ വരാം. ചിലത് റെഡി ആയിക്കൊള്ളണമെന്നില്ല, ചിലത് അങ്ങനെ ഓടിപ്പോവും, കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് പറഞ്ഞാൽ 2700, 3000 അടുത്താണ് ഏകദേശം റേറ്റ് വരുന്നത്. അതുമല്ല അത് ക്ലച്ച് അയക്കണതിന് അതേ ലേബറും കൂടി ആവും. ഇപ്പോൾ ഈ സ്ലേവ് സിലിണ്ടർ മാറ്റേണ്ട ഗിയർ ബോക്സ് എന്തായാലും ഇറക്കണമല്ലോ. അപ്പോൾ ക്ലച്ച് അയക്കണ അതേ ലേബറും കൂടി ആവും. അപ്പോൾ എന്തായാലും നിങ്ങളെ വണ്ടികൾക്ക് ഇതുപോലെ ക്ലച്ച് സ്ലേവ് സിലിണ്ടർ ഉള്ളിൽ ഗിയർ ബോക്സിൻ്റെ അകത്ത് വരുന്ന ടൈപ്പൊക്കെ ആണെങ്കിൽ ക്ലച്ച് മാറുമ്പോൾ പൊതുവെ എന്താ സ്ലേവ് സിലിണ്ടർ മാറുക. സ്ലേവ് സിലിണ്ടർ വിത്ത് റിലീസ് ബെയറിംഗ് വരുന്ന ടൈപ്പ് ഇതുപോലെ സ്വിഫ്റ്റ് അതുപോലെ വണ്ടികൾക്ക് ആണെങ്കിൽ, ഡീസൽ വണ്ടികൾക്ക് ആണെങ്കിൽ ഈ ഒരു ടൈപ്പാണ് വരിക. എങ്കിൽ ഇതുപോലെ രണ്ടാമത് ഗിയർ ബോക്സ് അയക്കേണ്ട കേസ് ഒഴിവാക്കാൻ പറ്റും. മറ്റേതിൽ ക്ലച്ചിൻ്റെ അതേ ലേബർ തന്നെ ആവും. അയക്കുന്ന സമയത്ത് ക്ലച്ച് അയച്ച് മാറ്റുന്ന അതേ ലേബർ ആവും, കാരണം ഗിയർ ബോക്സ് അയച്ചിട്ടാണ് ഇത് ചെയ്യുക. അപ്പോൾ എന്നാൽ നിങ്ങളുടെ വണ്ടികൾക്ക് ഇതുപോലെ കംപ്ലൈൻറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടികൾക്ക് ഇതുപോലെ ക്ലച്ചൊക്കെ മാറ്റുന്ന സമയത്തുണ്ടെങ്കിൽ അതും കൂടി മാറാൻ ശ്രമിക്കുക.